ഈ കിടക്കണ വേണം ക്ലച്ച് ടൈം ബെൽറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓയിൽ ലീക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി വന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ഇതുവരെ തൊട്ടിട്ടില്ല. എല്ലാ വണ്ടികളും നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലിട്ട് തന്നെ പണിയണത്. ചെറിയൊരു കുറച്ചാണ്, അത്യാവശ്യം കുറച്ച് സ്ഥലമേ ഉള്ളൂ. കഷ്ടപ്പെട്ടൊക്കെ നിന്നാണ് ചെയ്യണത് ഓരോന്നും. പണിക്ക് പോയ കാലം തൊട്ട് തന്നെ വിട്ടാണ് എല്ലാ വണ്ടികളും പണിയണത്. അതായത് വർക്ക്ഷോപ്പിൽ നിന്ന് വന്നേണ്ടൊക്കെയായിരിക്കും പണിയണത്. നമ്മുടെ അടുത്ത് മാത്രം തന്നെ കുറേ നമ്മളെ അറിയുന്ന ആൾക്കാർ, കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി ആയാലും ഏതായാലും അതോട്ട് എടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് രാത്രി ഒന്ന് പണിയാൻ വേണ്ടി. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല മഴയുമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് അകത്തിട്ട് ഇനിയിപ്പോൾ രാത്രി വന്നിട്ടാണ് അംഗം തുടങ്ങാൻ. വർക്ക് കഴിഞ്ഞ് വന്ന് നേരെ കയറണം, ഇനിയാണ് അംഗം തുടങ്ങണത്. നമ്മൾ തുടങ്ങണതാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ ക്ലച്ച് അഴിക്കാന്നാണ് കരുതിയേക്കണത്. ക്ലച്ച് പിന്നെ ടൈം ബെൽറ്റ് പിന്നെ ഓയിൽ ലീക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ വണ്ടി പൊക്കുന്നത് കൈജാക്കിക്ക് തന്നെയാണ്, വേറെ ഇപ്പോൾ ഓപ്ഷൻ ഇല്ല. നമ്മളൊരു ചെറിയൊരു ബോട്ടിൽ ടൈപ്പ് ജാക്കറ്റ് അപാരയുടെ ഓർഡർ ചെയ്തിട്ടുണ്ടാകും, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ പൊക്കേണ്ടി വരും. എല്ലാ വണ്ടികളും ഈ ജാക്കിക്ക് വെച്ച് തന്നെയാണ് നമ്മൾ പൊക്കി വെച്ചത് പണിയാൻ വേണ്ടി. ഇപ്പോൾ ഓരോ വണ്ടി പോകുമ്പോഴും അതിൻ്റെ അധികം കിട്ടുന്ന പൈസയൊക്കെയാണ് നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ മേടിച്ചെന്ന് വെച്ചാൽ. ബോക്സ് സെറ്റ് ആണെങ്കിൽ എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഓരോ നമുക്കുണ്ടാകുന്ന ഒരു വയർ ലൈറ്റ് എവിടെയോ മിസ്സായതല്ലേ, എവിടെയോ വെച്ച് മറന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഫോണിൻ്റെ ടോർച്ച് വെച്ചൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. കട്ടക്കല്ലൊക്കെ വെച്ചാണ് വണ്ടി ബുക്ക് ചെയ്യണത്. സ്റ്റാൻഡ് അതുപോലെ പറഞ്ഞു രണ്ട് പെയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വരാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ നാക്കെടുത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനം വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ബോട്ടിൽ ടൈപ്പ് ഹൈഡ്രോളിക് ജാക്കിയാണ് വന്നേക്കണത്. അപ്പോൾ സാധനം എന്തായാലും കിട്ടി. പക്ഷേ വണ്ടി നമ്മൾ ഓൾറെഡി പൊക്കി വെച്ച് കുഴപ്പമില്ലെന്നല്ല അടുത്ത എന്നിട്ട് പൊക്കാലോ. അപ്പോൾ നമ്മൾ പണിയൊക്കെ തുടങ്ങി. അപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ. ഫസ്റ്റ് തന്നെ ക്ലച്ചാണ് നമ്മൾ അഴിക്കണത്. അപ്പോൾ വാൽക്കോറിൻ്റെ അവിടെ നിന്ന് നല്ല ഓയിൽ ലീക്ക് ഉണ്ട്, ശരിക്കും നല്ലോണം അടിച്ച് എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വാൽക്കോർ പാക്കിങ് മാറാനുണ്ട്, അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യും നമ്മൾ. പുറത്തന്നെ അത്യാവശ്യം നല്ല മുട്ടൻ മഴയുണ്ട്. ഈ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് ഇവിടെ കിട്ടുന്നത്. സൈഡിലോട്ടൊക്കെ ചെറുതായിട്ട് ചാറ്റിലൊക്കെ അടിക്കണം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പണി തീർക്കണം. ഗിയർ ബോക്സിൻ്റെ പരിപാടി ഏകദേശം തീർന്നു, എല്ലാ ബോൾട്ടൊക്കെ അയച്ച്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഗിയർ ബോക്സ് താഴത്തോട്ട് ഇറക്കണം. ഒറ്റക്ക് തന്നെയാണ്, വലിയ വെയിറ്റ് ഇല്ലാത്തതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഗിയർ ബോക്സ് എടുത്ത് താഴ്ത്തിടണം, എന്നിട്ടാണ് ക്ലച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാനുണ്ട്. നമ്മളിപ്പോൾ ഗിയർ ബോക്സ് അയച്ച് നിലത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം. ക്ലച്ചിലാണ് അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തുരുമ്പ് വരുമ്പോഴാണ് മിക്കവരുടെയും ഈ നമ്മൾ ക്ലച്ച് ഔട്ടുമ്പോഴെങ്കിൽ ടൈറ്റ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ഉണ്ടാവും തുരുമ്പ് പിടിക്കണ പരിപാടി. എന്നാലും ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര തുരുമ്പ് വരുമ്പോഴാണ്. റിലീസ് ബെയറിങ്ങൊക്കെ നല്ലോണം പോയിരിക്കുകയാണ്, നല്ല രീതിക്ക് നല്ല നോയ്സൊക്കെ ഉണ്ട്. റിലീസ് ബെയറിങ്ങും ക്ലച്ച് കേബിളൊക്കെ എന്തായാലും നമ്മൾ ഈ കൊടുത്ത് മാറും. എല്ലാ വണ്ടികളുടെ അങ്ങനെയാണ്, നമ്മൾ എന്ത് ക്ലച്ച് അയച്ചാൽ അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം മാറും. നമ്മൾ അപ്പോൾ ക്ലച്ച് അയച്ചെടുത്തിട്ടുണ്ട്. ക്ലച്ച് നല്ലോണം കത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ വണ്ടിയുടെ കസ്റ്റമർ വണ്ടി ചെറുതായിട്ട് ഓടിക്കാനൊക്കെ പഠിച്ചാണ്. അപ്പോൾ ആ ക്ലച്ച് നല്ല രീതിയിൽ കത്തി നല്ല സെറ്റായിട്ടിരിക്കുകയാണ്, നല്ലോണം കത്തിയിട്ടുണ്ട്. പക്ഷേ ഫ്ലൈ വീലിനവിടെ വലിയ ഗ്രൂസും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇങ്ങനെ ഫ്ലൈ വീൽ എത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ നമ്മൾ ഈ ബ്ലോക്കിലൊക്കെ എടുക്കുമ്പോൾ ഈ ക്ലച്ച് താങ്ങൽ അങ്ങനെയുള്ള പരിപാടി, പിന്നെ അതുപോലെ പയ്യെ റിലീസ് ചെയ്യണം, താങ്ങിയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ക്ലച്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിൻ്റെ ലൈഫ് കുറയണ്ട. ഫ്ലൈ വീലിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഏതായാലും ഫ്ലൈ വീലിൻ്റെ ആ ബെയറിങ് മാറുന്നുണ്ട്, അതെന്തായാലും നമ്മൾ ക്ലച്ച് മാറ്റുമ്പോൾ അതും കൂടെ മാറാണ്ട്. ഇനി പിന്നെ രണ്ടാമത് അതിന് വേണ്ടി അടിക്കലൊന്നും നടപടിയാവില്ല. അതുപോലെ ഗിയർ ബോക്സിൻ്റെ ഗിയർ സെലക്ടർ ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ സീലും ലീക്കായിരുന്നു. അപ്പോൾ ഗിയർ ഓയിൽ നിസ്സാരെ കുറച്ചുണ്ടാകുന്നുള്ളൂ, 1/2 ലിറ്റർ പോലും ഉണ്ടാകുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഓൾട്ടോ 800 പിന്നെ വേണം ഇതിൻ്റെയൊക്കെ ഈ സീൽ ഇങ്ങനെ പോകാറുണ്ട് മിക്ക വണ്ടികളുടെയും. അധികം വിലയുമില്ല സീലിന്. ഗിയർ ഓയിൽ 1/2 ലിറ്റർ പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചും കൂടി ചിലപ്പോൾ ഇത് ഈ ക്ലച്ച് മാറാൻ വന്ന കാരണം കണ്ടാൽ രക്ഷപ്പെട്ടില്ല. പിന്നെ ഇപ്പോൾ ഗിയർ ബോക്സ് പല്ലൊക്കെ സീനായാൽ ചിലപ്പോൾ ഗിയർ ഇല്ലാണ്ട് ഓടി. നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഷാഫ്റ്റിൻ്റെ സീൽ കൂടി എടുക്കാൻ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷാഫ്റ്റിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ മിക്ക വണ്ടി ഒടിയാറുണ്ട്. ആ സാധനം കാലക്രമേണ ഒടിഞ്ഞു പറയേണ്ട ആ സാധനം. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ഫുൾ ലിസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ വണ്ടിയുടെ. ആ ഷാഫ്റ്റ് ഊരി എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊക്കത്തിൽ താഴത്തെ കവറൊക്കെ ഊരി എടുക്കാനുണ്ട്, അതിനുള്ള പണിയിലാണ് നമ്മളിപ്പോൾ. ആ കവറൊക്കെ ഊരിയിട്ടുണ്ട്, 10 വോൾട്ടിൻ്റെ കവറാണ്. അപ്പോൾ അതിന് ഈ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചാൽ നമുക്ക് ഷാഫ്റ്റ് പുറത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഷാഫ്റ്റിനുള്ള ക്രാക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഇല്ലേ പിന്നീട് ലാസ്റ്റ് എല്ലാം കയറ്റി ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒടിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. ഷാഫ്റ്റിന് വേറെ കുഴപ്പമൊന്നും കാണില്ല, നമ്മൾ നോക്കിയിട്ട്. ഇവിടെ നിന്നാണ് ഈ നടുക്കുന്ന വെച്ചാണ് ഈ സാധനം ഒടിഞ്ഞോണ മിക്ക വണ്ടികളുടെ ഈ വണ്ടികൾക്കൊക്കെ ഒടിഞ്ഞോണ സംഭവമാണിത്. ആദ്യം തന്നെ നമ്മൾ ഫ്ലൈ വീൽ ബെയറിംഗ് ആണ് മാറി, എന്നിട്ട് പിന്നെ ഫ്ലൈ വീലിലാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പേപ്പർ തന്നെ ഇടുന്നത്, നല്ലോണം പേപ്പർ നല്ലോണം പിടിച്ച് വരച്ചിട്ടുണ്ട്. അതിന് തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ ടൈമിങ്ങിലോട്ട് കേബിൾ, അതുപോലെ പ്ലേറ്റ്, ഡിസ്ക്, അതുപോലെ റിലീസ് ബെയറിംഗ് ഇതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കുള്ളൂ. ഇപ്പം ഞായറാഴ്ച കാരണം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ് ഈ പരിപാടിയിലോട്ട്. അപ്പോൾ ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങണേ. ഇനിയിപ്പോൾ ക്ലച്ചിൻ്റെ പരിപാടി തീർക്കണം.
നമ്മുടെ അനിയനും ഈ വർക്ക് തന്നെയാണ്, മെക്കാനിക്കാണ്. അപ്പോൾ അവനും കുറച്ച് സഹായിച്ച് റിലീസ് ബെയറിംഗ് ഇടാനും പിന്നെ ഷാഫ്റ്റൊക്കെ ഫ്രീ ആക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവന് നിന്നുകൂടെ. അപ്പോൾ ആ ക്ലച്ചൊക്കെ കയറ്റി ക്ലച്ച് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഗിയർ ബോക്സൊക്കെ കയറ്റാൻ കുറച്ച് പണിയുണ്ട്. ഫ്ലൈ വീൽ ലോക്ക് ചെയ്തേക്കണം, ഇങ്ങനെ ഒരു ബോൾട്ട് ഇട്ടാൽ ലോക്ക് ചെയ്തേക്കണം. 2 ബോൾട്ട് അപ്പുറം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈ വീൽ ലോക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നല്ല ഇപ്പോൾ സെറ്റാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. റിലീസ് ബെയറിങ്ങിൻ്റെ അവിടെയാണെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് ചെറിയ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് വേറൊരു പണി കിട്ടിയാണ് ആക്സിൽ ഇപ്പോൾ അതിൻ്റെ പിന്നെ ലോക്ക് പൊട്ടിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ ലോക്ക് വേറെ ഒരെണ്ണം ഇടണം. ലോക്ക് ഒരെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് ഇടണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വള്ളികളൊക്കെ വരും, അതൊക്കെ നമ്മൾ സെറ്റാക്കും. എൻ്റെ ഓയിൽ ലീക്ക് എൻ്റെ ക്രാങ്ക് സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത് അതിൻ്റെ ക്രാങ്ക് സീലിൽ പോയേക്കണേണ്. അതുപോലെ തന്നെ ക്യാം സീലും പിന്നെ ടെൻഷർ ബെൽറ്റ് എല്ലാം നമ്മൾ കൂടുതൽ അതിൻ്റെ കൂടെയുള്ള എല്ലാം മാറും. ടൈമിങ്സ് കഴിക്കാൻ നമുക്ക് ബമ്പറൊക്കെ മാറ്റേണ്ടി വരും. അതുപോലെ കംപ്രസർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചാലേ നമുക്ക് ടൈമിംഗ് കവർ കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആൽക്കോറിനോട് നല്ല ലീക്ക് ഉണ്ട്. ഇപ്പോൾ പാക്കിംഗ് എല്ലാം നമ്മൾ മാറേണ്ട, അതിൻ്റെ കൂട്ടത്തിൽ ഓയിലേക്ക് എല്ലാം മാറ്റുന്നുണ്ട്. നമ്മൾ ടൈമിംഗ് കവർ കഴിച്ച് മാറ്റി. അപ്പോൾ ആ ഓയിലേക്ക് നല്ലോണം ഉണ്ട്. സീലിൻ്റെ അവിടെ നിന്നൊക്കെ അത്യാവശ്യം ആൽക്കോറിനോ ഇങ്ങനെ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. സീലും കാര്യങ്ങളെല്ലാം നമ്മൾ മാറും. ഇപ്പോൾ ക്രാങ്ക് സീലിൻ്റെ അവിടെ നിന്നാണ് ഈ ഓയിൽ ലീക്ക് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഓയിൽ ലീക്കൊന്നും അറിഞ്ഞില്ലെങ്കിൽ വല്ല ബെൽറ്റിലൊക്കെ ഓയിൽ നല്ലോണം അടിച്ച് ചിലപ്പോൾ ടൈമിങ് സ്ലിപ്പായി എഞ്ചിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഓയിൽ ലീക്കൊക്കെ കണ്ടാൽ നടക്ക് ചെക്ക് ചെയ്യാനും തല്ലാണ്. അടിക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. ടൈം ബെൽറ്റൊക്കെ അയച്ചു. അപ്പോൾ ഇനിയിപ്പോൾ സീല് രണ്ടും മാറണം. പിന്നെ അത് ടെൻഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓയിൽ ആൽക്കറിൻ്റെ അവിടെ നിന്നും സീലിൻ്റെ അവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും ഇതെല്ലാം. അതുപോലെ ക്രാങ്ക് ഉള്ളി വരാണ്ട് കുറച്ച് പണിയായിരുന്നു. തുരുമ്പുള്ള കാരണം കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് ഊരിയെടുത്തത്. കണ്ടാൽ മനസ്സിലാവും തുരുമ്പ് നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റക്കായിട്ട് ഇങ്ങനെ ആയിരുന്നു. മൗണ്ടിങ് കാര്യങ്ങളാണ്, പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ എല്ലാം കയറ്റുമ്പോഴും ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം കയറണത്. പിന്നെ രണ്ടാമത് ഇനി ഒരു വട്ടം കൂടി അഴിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം പോയതാണെങ്കിലും എല്ലാം നമ്മൾ നോക്കിയിട്ട് എല്ലാം കയറ്റുള്ളൂ. നമ്മൾ സീലൂരി എടുക്കണമെങ്കിൽ നമ്മളെ കൈ നൈസായിട്ട് തട്ടി ചീന്തിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും അറിയില്ല. കുറച്ച് നീറ്റിലെടുക്കുമ്പോഴേക്കും നോക്കണം കൈ കീറിയിരിപ്പുണ്ടാവും. ഇതൊക്കെ ഈ പണിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പണിയൊക്കെ എവിടെ വരെ നോക്കാണ്ട് അടുത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് മച്ചാൻ വന്ന വഴിക്ക് തന്നെ തിരിച്ച് പോകണതാണ്. ടാറ്റാ ബൈ ബൈ. ശരി മച്ചാൻ നേരെ നമ്മുടെ മാറ്റിൻ്റെ അടിയിലോട്ടാണ്. ഇനി അടക്കി വെച്ച് പടവാൻ വേണ്ടി ആയിരിക്കും ഇറങ്ങിപ്പോടാ. കാര്യം മനസ്സിലാകുന്ന മച്ചാൻ്റെ വീട്ടിലോട്ട് തന്നെ പോകണം. അപ്പോൾ ഓക്കെ ബൈ. ഫയർ ലൈറ്റ് മിസ്സായെന്ന്. അപ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം മേടിച്ച്. അധികം പൈസ ഒന്നുമില്ല, 10-230 രൂപയ്ക്ക് പരിപാടി ആയിരുന്നു. ഇതിൻ്റെ പരിപാടി നമ്മൾ ഞായറാഴ്ച രാവിലെ വൈകുന്നേരത്തോടെ ഉച്ചയായപ്പോഴും തീർത്തായിരുന്നു. പിന്നെ മടിയായി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് തിങ്കളാഴ്ച ചെയ്യാൻ നേരത്തെ പിന്നെ തിങ്കളാഴ്ച രാത്രി നിൽക്കണം. രാവിലെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തിങ്കളാഴ്ച രാത്രിയാണ് ഇപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ നടത്തുന്നത്. സീലൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ മാറാണ്ടിനി. ഇനിയിപ്പോൾ നമുക്ക് ക്യാം സീലും ക്രാങ്ക് സീലും അടിക്കണം. അപ്പോൾ അതിന് ഫുള്ള് നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്യണം. നല്ലോണം പെട്രോളും ഇതൊക്കെ ഇട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യണം. നല്ല സെറ്റായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ടൈമിങ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ തീർക്കണം, മൗണ്ടിങ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാം രാത്രി തന്നെ എല്ലാം തീർക്കാൻ കരുതി. ഇനിയിപ്പോൾ കുറേ ദിവസമായി 2 ആഴ്ചത്തോളം വണ്ടി ഇറങ്ങണം. ഇപ്പോൾ അഞ്ചിടെ നമ്മളെ കഴുത്തിന് പിടിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് തന്നെ തീർക്കാൻ കരുതി എല്ലാം. നമുക്ക് വാൽക്കവർ പാക്കിങ് കൂടി മാറാവുള്ളൂ. ബാക്കിയെല്ലാം സെറ്റായി. ഇതും കൂടി മാറിയിടണം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ തീർത്ത് ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് ഇടുക, ഓടിച്ചു നോക്കുക, പരിപാടി തീർക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം തീർത്ത് വണ്ടി സ്റ്റാർട്ടിങ് ഇറങ്ങണം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇറക്കി ഓടിച്ച് നോക്കണം വണ്ടി. ഒലിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് നോക്കാൻ വേണ്ടി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഇറക്കണതാണ് ഏതായാലും. പക്ഷം ഒരുവിധം രാത്രി ആയിട്ടുണ്ട്. വർക്ക് ചെയ്യേണ്ട നമുക്ക് ചെയ്യാൻ ടൈമുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. നമ്മളിപ്പോൾ വണ്ടി പുറത്തോട്ട് ഇറക്കണതാണ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചെല്ലാം നോക്കണം ഇനിയിപ്പോൾ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും തീർന്ന്. ഇനിയിപ്പോൾ വണ്ടി നാളെ ഒന്ന് വാഷ് ചെയ്യണം. എന്നിട്ടൊന്ന് നമ്മുടെ അനിച്ചേട്ടന് വണ്ടി കൊടുക്കണം.